ഹായ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ വീക്കിലി അനാലിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഈ ആഴ്ചത്തെ വീക്കിലി അനാലിസിസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ആഴ്ചയും പ്രശ്ന കലുഷിതമാണ് അല്ലേ. അപ്പോൾ ഇനി ഇതെങ്ങനെയാണെന്നുള്ളത് നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മാത്രമേ അറിയത്തുള്ളൂ. കാരണം വെള്ളിയാഴ്ച രാത്രിയിൽ വീണ്ടും ഹോർമൂസ് അടച്ചു, ഞങ്ങൾ ചർച്ചയിൽ നിന്ന് പിന്മാറി എന്നൊക്കെ ഇറാൻ പറഞ്ഞു. ഇന്നത്തെ ന്യൂസ് വരുന്നത് വീണ്ടും അവർ ജനീവയിലോട്ട് പോകുന്നു, സ്വിറ്റ്സർലൻഡിലോട്ട് പോകുന്നു, മീറ്റിങ്ങിന് പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ന്യൂസുകൾ ഇങ്ങനെ കറങ്ങി നടക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് മൊത്തത്തിലൊന്ന് അവലോകനം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ ആഴ്ച മാർക്കറ്റിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നുള്ളത് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അത് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ഓപ്ഷൻ ബൈങ്ങിൻ്റെ ഒരു ക്ലാസ്സും കൂടെ നമ്മൾ എറണാകുളത്ത് പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ ക്ലാസ് കുറേ പേർ കഴിഞ്ഞ പ്രാവശ്യം പങ്കെടുക്കാൻ പറ്റിയില്ല, പലവിധ പ്രശ്നങ്ങൾ കൊണ്ട് പലർക്കും പല സാഹചര്യങ്ങളാണല്ലോ. അപ്പോൾ ഒരു ക്ലാസ്സും കൂടെ ഈ വർഷത്തെ ലാസ്റ്റ് ക്ലാസ് ആയിരിക്കും ഇനി നടക്കാൻ പോകുന്ന ഇപ്പോഴത്തെ കൊച്ചി നടക്കാൻ പോകുന്ന ക്ലാസ്. അത് ജൂലൈ 11 സെക്കൻഡ് സാറ്റർഡേ ആണ്. ജൂലൈ പലരും ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്യണം സെക്കൻഡ് സാറ്റർഡേ വെക്കണേ സാറേ എന്ന് സജസ്റ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജൂലൈ 11 സെക്കൻഡ് സാറ്റർഡേ നമ്മൾ കൊച്ചിയിൽ വെച്ച് ഒരു ഓപ്ഷൻ ബൈയിങ്ങിൻ്റെ ഒരു ക്ലാസ് കൂടെ നടത്തും, ഒറ്റ ക്ലാസ്സും കൂടെ. അത് ഈ വർഷത്തെ അവസാനത്തെ ക്ലാസ്സാണ്. ഈ വർഷം ഇനിയും ഓപ്ഷൻ ബൈയിങ്ങിൻ്റെ ക്ലാസ് കാണത്തില്ല. ഇത് ഇപ്പോൾ ഞാനിത് പറയുമ്പം നിങ്ങളിൽ പലരും വിചാരിക്കും, ഇത് അങ്ങനെയുള്ള ഒരു ബിസിനസ് തന്ത്രമാണ്, ആളെ കൂട്ടാനുള്ള പരിപാടിയാണെന്നൊക്കെ പറയും. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷെങ്കിൽ ഇത് ആളെ കൂട്ടാനോ അല്ല വേറെ എന്തെങ്കിലും ബിസിനസ് തന്ത്രമോ അല്ല. ഞാൻ ഈ ക്ലാസ്സുകൾക്കൊന്നും ഒരു ബിസിനസ് തന്ത്രവും ഉപയോഗിക്കാറില്ല. ഒരു റീലോ ഒരു പോസ്റ്റോ ഒരു മെസ്സേജോ ഒരു ഫോൺ കോളോ ഒന്നും ഈ പറയുന്ന ആർക്കും ഞാൻ ചെയ്തിട്ടില്ല, ഇനിയും അങ്ങോട്ട് ചെയ്യുകയില്ല. അതെൻ്റെ ഒരു പോളിസിയാണ്. ഓക്കെ, ഏകദേശം ഇപ്പം എൻ്റെ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 1000 പേർക്ക് അടുത്ത് ഇപ്പോൾ ഞാൻ ഓപ്ഷൻ ബൈങ്ങിൻ്റെ ക്ലാസ് 1000 പേർക്ക് അടുത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ആർക്കും ഞാൻ പേഴ്സണലായിട്ടൊരു മെസ്സേജ് പോലും ഞാൻ അയച്ചിട്ടില്ല, അല്ലെ വന്ന് പങ്കെടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാറില്ല. അപ്പോൾ നിങ്ങളിൽ പലരും തന്നെ പലരോടും പറഞ്ഞ് പലരെ നിങ്ങൾ തന്നെയാണ് വിളിച്ചുകൊണ്ട് വരുന്നത്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ക്ലാസ് നടത്തുന്നതും ആ ക്ലാസ് എപ്പോഴും സീറ്റ് ഫുള്ളാകുകയും ചെയ്യാറുണ്ട്. ഈ പ്രാവശ്യം നമ്മൾ 50 പേർക്ക് മാത്രമേ ക്ലാസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ. ഞാൻ പറഞ്ഞു ഈ പ്രാവശ്യത്തെ ലാസ്റ്റ് ക്ലാസ്സാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഗൾഫിലായിരിക്കുമ്പോൾ പലപ്പോഴും നിങ്ങൾ ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ ക്ലാസ് എടുക്കണം, വരയുടെ ക്ലാസ് നടത്താത്തതെന്നൊക്കെ പറഞ്ഞ് പലരും കംപ്ലയിൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോഴൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഞാൻ നാട്ടിൽ വരട്ടെ എന്നാണ്. അപ്പോൾ ഇപ്പം നാട്ടിൽ വന്നതിന് ശേഷം ഇപ്പോൾ ആൾക്കാർ സാറേ നാട്ടിൽ വന്നില്ല പിന്നെ എന്താ ക്ലാസ് എടുക്കാത്തത്? അത് ശരിയാണ്. അപ്പോൾ എനിക്കത് കേട്ട് കുറച്ച് എനിക്ക് തന്നെ ഒരു എന്താ പറയുന്നത്, എന്നോട് തന്നെ ഒരു അവജ്ഞ തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ ബൈക്കിൻ്റെ ഈ ക്ലാസ്സും കൂടെ അവസാനിച്ച ശേഷം നമ്മൾ ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ ക്ലാസ്സും പിന്നെ നമ്മൾ പറഞ്ഞ വരയുടെ ക്ലാസ്സും, ഈ 2 ക്ലാസ്സും നമ്മളിനിയും ഈ അടുത്ത ഹാഫ് ഇയർലി ഇപ്പോൾ ജൂൺ ഇതായപ്പം ഒരു വർഷത്തിൻ്റെ പകുതി കഴിഞ്ഞു പോയി, ഇനി അടുത്ത ഒരു വർഷത്തിൻ്റെ പകുതിയുടെ ഉള്ളു ഇനി. അപ്പോൾ അടുത്ത 6 മാസത്തിനകം നമുക്ക് ഈ വരയുടെ ക്ലാസ്സുകളും ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ ക്ലാസ്സുകളും ഒക്കെ നമുക്ക് നടത്താം. അതുകൊണ്ട് അതാണ് ഇനി കൂടുതൽ ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പം എന്നും പറഞ്ഞ ഓപ്ഷൻ ബൈങ്ങിൻ്റെ ക്ലാസ് എടുക്കത്തില്ല എന്നുള്ളതല്ല, നിലവിൽ ഇപ്പോൾ തന്നെ നമ്മളിപ്പോൾ ഈ വർഷം തന്നെ ഇപ്പോൾ 2 3 4 ക്ലാസ് ചെയ്തു അല്ലേ. അപ്പോൾ എപ്പോഴും നമുക്ക് അങ്ങനെ ചെയ്യാനുള്ള ഇതില്ല. അപ്പം നിങ്ങൾ ചോദിക്കുക അങ്ങേർക്ക് ഇതൊരു ബിസിനസ്സാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിസിനസ് ഒന്നുമല്ല. ബട്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നു, അത് അവർക്ക് നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഈ ക്ലാസ് നടത്താൻ വേണ്ടി ഈ പറയുന്ന പോലെ സെബി രജിസ്ട്രേഷൻ ഒന്നും എനിക്കില്ല, ഉള്ള കാര്യം പറയാമല്ലോ. സെബി രജിസ്ട്രേഷൻ എനിക്കില്ല. ബട്ട് NSE നടത്തുന്ന NISM എന്ന് പറഞ്ഞൊരു എക്സാം, അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്യൂരിറ്റി മാർക്കറ്റിൻ്റെ ഇക്വിറ്റി ഡെറിവേറ്റീവിൽ അതിൻ്റെ എക്സാം എഴുതി ഞാൻ പാസ്സായി. ആ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ് ഞാൻ ഈ ക്ലാസ് എഴുതിയത്. ആ സർട്ടിഫിക്കറ്റ് വെച്ച് ക്ലാസ് എടുക്കാനുള്ള അതോറിറ്റി എനിക്കുണ്ട്. അപ്പോൾ ആ ഒരു അതോറിറ്റിയുടെ പേരിലാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. അല്ലാതെ വേറെ ബിസിനസ് തന്ത്രങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല. എല്ലാം നേരെ പോ എന്നുള്ളൊരു രീതിയിൽ പോകണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് സെബി രജിസ്ട്രേഷൻ എനിക്ക് കിട്ടത്തില്ല. കാരണം സെബി രജിസ്ട്രേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കൊമേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു സെബി രജിസ്ട്രേഷൻ കിട്ടത്തുള്ളൂ. അപ്പം അത് എനിക്ക് കൊമേഴ്സ് ഡിഗ്രി എനിക്കില്ല, അതുകൊണ്ട് സെബി രജിസ്ട്രേഷൻ എടുക്കാൻ യാതൊരു നിർവാഹവുമില്ല. അപ്പോൾ അതിന് പകരമായിട്ടാണ് എന്നെക്കൊണ്ട് പറ്റുന്ന സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ NISM ഒരു സർട്ടിഫിക്കറ്റാണ്. അത് ഇക്വിറ്റി ആൻഡ് ഡെറിവേറ്റീവിലാണ് സ്പെഷ്യലൈസ് ചെയ്ത് നമ്മൾ NSEയുടെ കീഴിൽ എക്സാം എഴുതി പാസ്സായി. അത് വെച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഒന്നും അറിയാൻ വയ്യാത്തവനാ എന്ന് ഉള്ള ഒരു ധാരണ, അല്ലെങ്കിൽ ഇങ്ങനെ ചുമ്മാതെ വാളെടുക്കുന്നതിന് വെളിച്ചപ്പാടാ എന്നുള്ളൊരു ധാരണ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടി മാത്രം പറയുന്നേ ഉള്ളൂ. അല്ലാതെ സ്വയം പുകഴ്ത്തി ഞാൻ എന്നെ വിമൽകുമാർ എന്ന് വിളിക്കുന്നു ആ രീതിയൊന്നും നിങ്ങളാരും കണക്കാക്കരുത്. ജസ്റ്റ് ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു, നമ്മളെല്ലാം ക്ലാരിറ്റി വേണമല്ലോ പറയുന്നതിന്.
അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. 50 പേർക്ക് മാത്രമേ ഉള്ളൂ. ആദ്യം വരുന്ന 50 പേരെ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യും. ഞാൻ ഗ്രൂപ്പിൽ ഓൾറെഡി പറഞ്ഞു, അവർ ഓൾറെഡി 50 മേളിൽ ഓൾറെഡി എനിക്ക് ഓൾറെഡി അവർ പിന്നെ വരും എന്ന് പറഞ്ഞ് പോൾ ചെയ്തിട്ടുണ്ട്. എന്തായാലും ആദ്യം വരുന്ന 50 പേർക്ക് നമ്മൾ സീറ്റ് കൊടുക്കും. ഓക്കെ, അപ്പോൾ അത്രയും ഭാഗം പറഞ്ഞുകൊണ്ട് ഞാനത് അവസാനിപ്പിക്കുകയാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നെ പറയാം. ഓക്കെ, വെറുതെ നമ്മൾ പറഞ്ഞ് മുഷിപ്പിക്കേണ്ട. അപ്പോൾ നമുക്ക് മാർക്കിലോട്ട് വരാം. മാർക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഇരിക്കുന്നത് നമ്മുടെ മന്ത്ലി നമ്മൾ കുറേ നാളുകൊണ്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന സംഭവമാണ് ഒരു മന്ത്ലി ക്യാൻഡിൽ ഇല്ലേ. ഈ മന്ത്ലി ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്ക് ഇപ്പം നിലവിൽ ഇപ്പം ജൂൺ 21 ഇല്ലേ. ജൂൺ 21 കഴിഞ്ഞപ്പോഴും മന്ത്ലി ക്യാൻഡിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പിലാണ് ഈ മന്ത്ലി ക്യാൻഡിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാകുന്നത് ഇല്ലേ. ഒരു ബുള്ളിഷ് സെറ്റപ്പോട് കൂടെ അല്ലെ ഒരു പോസിറ്റീവ് സൈനാണ് ഈ മന്ത്ലി ക്യാൻഡിൽ നമുക്ക് തരുന്നത്. ഇതിനെ നമുക്ക് വീക്കിലിയിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു ബുള്ളിഷ് സെറ്റപ്പാണ് ബുള്ളിഷ് സെറ്റപ്പല്ല, ഒരു ഡോജി സെറ്റപ്പാണ് ഇതിൽ ഈ ആഴ്ച ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പായിരുന്നു. ഒരു മർബോസു ക്യാൻഡിലാണ് ഫോം ചെയ്തത്. ഇന്ന് ഗ്യാപ്പോട് കൂടെ ഒരു ഡോജിയാണ്. ഇപ്പോൾ ഡോജി എന്ന് പറയുമ്പം കയ്യാലെ പുറത്തെ തേങ്ങയാണ് ഇല്ലേ. അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്നുള്ള കാര്യം നമുക്ക് പറയാൻ വയ്യാത്തൊരവസ്ഥയാണ്. ഡേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് മൊമെൻറ്റം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഡേ ക്യാൻഡിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സെറ്റപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വരയും കൂടിയൊന്നും കാണുന്നില്ല. ഇവിടുന്ന് ഇങ്ങനൊരു ഫോർമേഷൻ ബ്രേക്ക് നൽകി കിട്ടിയേക്കാം. ഞാനതൊന്ന് നോക്കിക്കോട്ടെ ഒരു മിനിറ്റേ. നമ്മൾ ഇങ്ങനൊരു ട്രെൻഡ് ലൈൻ ഇവിടെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു ട്രെൻഡ് ലൈൻ വരച്ചാൽ നോക്കിക്കേ. ഓക്കെ, ഡെയിലി നമ്മൾ ഇങ്ങനൊരു ട്രെൻഡ് ലൈൻ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്രേക്ക് ഔട്ട് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ. ഈ ഒരു ട്രെൻഡ്, ഒരു ഫോർമേഷൻ, ആ ട്രെൻഡ് ബ്രേക്ക് ചെയ്തു. ആ ട്രെൻഡ് ബ്രേക്ക് ചെയ്ത് ഇതിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. അപ്പം നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം ഈ ഡേ ക്യാൻഡിൽ ഈ ട്രെൻഡ് ലൈൻ്റെ താഴെ ക്ലോസിങ് വരുവാണെന്നുണ്ടെങ്കിൽ വീണ്ടും പണിപാളും. ഇത് തന്നെ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് അപ്പുറത്ത് വരുമ്പോൾ സംസാരിക്കാം. എങ്കിലും ഞാൻ ആ വീക്കിലിയും മന്ത്ലിയും പറഞ്ഞപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഡെയിലി വൈസിൽ നമുക്ക് ഇങ്ങനെ ഒരു ഫോർമേഷൻ വന്നിട്ടുണ്ട്. ആ ഫോർമേഷൻ്റെ ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ട് അല്ലേ. ആ ബ്രേക്ക് ഔട്ട് നടന്ന് മുകളിലാണ് സസ്റ്റെയിൻ ചെയ്യുന്നത്. ഇനിയിപ്പം ഇത് തിരിച്ച് വീണ്ടും ഈ ട്രെൻഡ് ലൈനിലോട്ട് വരികയോ അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് അകത്ത് കയറുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും ഒരു അൺസർട്ടനിറ്റിയുടെ അവസ്ഥ നമുക്ക് സംജാതമാകാൻ സാധ്യത വളരെ കൂടുതലാണ്. ജസ്റ്റ് ഇത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കിനി നേരെ നമ്മുടെ ചാർട്ടിലോട്ട് നമുക്ക് വരാം. അപ്പം അങ്ങോട്ട് വരുന്നതിന് മുന്നേ ഈ ആഴ്ചത്തെ ന്യൂസുകളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം ന്യൂസുകൾ വരുന്നുണ്ട്. ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ ആ ചർച്ച അലസിപ്പിരിഞ്ഞു എന്നുള്ളത് വെള്ളിയാഴ്ച രാത്രി വരെ വരുന്ന ന്യൂസായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ കാണുന്ന ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനും ഖത്തറും ഇടപെട്ടിട്ട് അവർ ഇതിന് മുൻകൈ എടുത്ത് വീണ്ടും ഈ ചർച്ച പുനരാരംഭിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു എന്നുള്ള വാർത്തകൾ ഇപ്പോൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ JD വാൻസ് വീണ്ടും സ്വിറ്റ്സർലൻഡിന് പോകുന്നു എന്ന വാർത്ത വരുന്നുണ്ട്. അതുപോലെ അവരുടെ വിദേശകാര്യമന്ത്രി, ഇറാൻ്റെ മന്ത്രി ജനീവയിലേക്ക് പോകുന്നു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു പോസിറ്റീവ് സൈൻ ആകാനുള്ള സാധ്യതയാണ്. ഏതായാലും ഓഫ്ലൈൻ മാർക്കറ്റിൽ ഗോൾഡ് അങ്ങനെ അത്ര വീണിട്ടൊന്നുമില്ല. ക്രൂഡാണെങ്കിൽ ആ ലെവലിൽ തന്നെ നിൽക്കുകയും ചെയ്യണം. അപ്പോൾ നാളെ രാവിലെ വെളുപ്പിനെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴേ നമുക്ക് സത്യം പറഞ്ഞാൽ ട്രെൻഡ് നമുക്ക് മനസ്സിലാകത്തുള്ളൂ, മാർക്കറ്റിൻ്റെ സ്വഭാവം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നാളെ നമുക്ക് ഈ ആഴ്ച നമ്മൾ നോക്കുകയാണെന്നുള്ളത്, നാളെ നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതൊക്കെ പോട്ടെ, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം അതൊന്നും ഇനി പറഞ്ഞ കാര്യമില്ലല്ലോ. മാർക്കറ്റ് ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്തു കടന്ന് ഞാൻ ഈ പറഞ്ഞത് 23,939 ഒരു സ്ട്രോങ് സപ്പോർട്ടായിരിക്കുമെന്ന് ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു. കൃത്യമായിട്ട് ആ സപ്പോർട്ടിൽ വന്ന് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയ ധാരാളം ആൾക്കാരുണ്ട്. എനിക്ക് ധാരാളം പേര് മെസ്സേജ് അയച്ചായിരുന്നു. അപ്പോൾ ഇനി ഏതെല്ലാം അതൊക്കെ പോട്ടെ, അതിനിപ്പോൾ കഴിഞ്ഞ കാര്യം 6 കഴിഞ്ഞ് ആ ചൂടോടെ പറയുവാണെങ്കിൽ അതിൻ്റെ ഒരു ഇതുണ്ട്. എനിക്ക് 6 കഴിഞ്ഞ് പഴങ്കഞ്ഞാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ എന്താ നോക്കാനുള്ളത്? ഇനി നമ്മൾ നോക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ 24,000 തന്നെയാണ് നമുക്ക് വീണ്ടും നമ്മുടെ മുന്നിലെ വലിയൊരു കടമ്പ എന്ന് പറയുന്നത് 24,000 തന്നെയാണ്.
അപ്പോൾ നാളെ 24,000 നിലനിർത്തുന്നതിനുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. അങ്ങനെ 24,000 നിലനിർത്തി 24,062 കടന്നാൽ 24,062 കടന്നാൽ നമ്മൾ ഈ ബോക്സിൽ ഈ കൂട്ടിൽ വീണ്ടും കയറാനുള്ള സാധ്യതകളേക്കോ അല്ല. നാളെ ഗ്യാപ്പ് അപ്പോടുകൂടെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ, നാളെ ഗ്യാപ്പ് അപ്പാണ് 24,062 മുകളിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിലും നമ്മൾ ഈ 24,062 ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് നമ്മൾ നോക്കുക. ഒന്നുകിൽ 62 അല്ലെങ്കിൽ 24,000 സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് നോക്കുക. ഇവിടുന്ന് മുകളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ഒരു പോസിറ്റീവ് ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കൂട്ടിനകത്ത് കയറി ഒരു 15 മിനിറ്റ് നേരം ഈ കൂടിനകത്ത് സസ്റ്റെയിൻ ചെയ്യണം. അങ്ങനെ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 24,250 കാണാൻ നാളെ തന്നെ 24,250 കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിന് മാർക്കറ്റിനെ നാളെ പുഷ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഏറ്റവും വലിയൊരു സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ റിലയൻസ് ആണ്. ജിയോ ലാസ്റ്റ് മൊമെൻറ്റ് റിലയൻസ് പൊട്ടി, ശരിയാണ്. അപ്പോൾ അതിലെ അതിൻ്റെ ഒരു കഥ ഞാൻ പറയാം. ഈ നമ്മൾ എപ്പോഴും നമുക്കൊരു ന്യൂസ് മുന്നേ കൂട്ടി കിട്ടുമ്പോൾ നമുക്കറിയാം എല്ലാവർക്കും ഓൾമോസ്റ്റ് മാർക്കറ്റിൽ വേണ്ടി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് ഭാവിയിലും ഇതുപോലെ പല ന്യൂസുകൾ വരുമ്പം നിങ്ങൾ കോഷ്യസ് ആയിരിക്കണം എന്ന് പറയുന്നതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾക്ക് ഓൾറെഡി അറിയാം, ഞാനും ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു, നമുക്ക് ജിയോയുടെ IPO വരാൻ പോകുന്നു, അതിൻ്റെ പേപ്പർ വർക്ക് SEBിയിൽ സബ്മിറ്റ് ചെയ്യാൻ പോകുന്നൊക്കെ ഉള്ളത് നമുക്കറിയാം. അപ്പോൾ മാർക്കറ്റ് ഓൾറെഡി പ്രതീക്ഷിച്ചിരിക്കുകയാണ് എന്താണ്, ജിയോയുടെ IPO പ്രഖ്യാപിക്കും, റിലയൻസ് AGMൽ പ്രഖ്യാപിക്കുന്നത് നമുക്കറിയാവുന്ന കാര്യം ഇല്ലേ. ഈ ഒരു കാര്യം ആർക്കും അറിയാം, വലിയ ടീംസിനും അറിയാം ഇല്ലേ, DISനും FISനും അല്ലെങ്കിൽ വലിയ HNISനും ഒക്കെ അറിയാം ഇങ്ങനൊരു സംഭവം പ്രഖ്യാപിക്കാൻ പോകുന്നുണ്ട്. റീറ്റെയിലേഴ്സായി നമുക്കും അറിയാം പ്രഖ്യാപിക്കാം. അപ്പോൾ നമ്മളെല്ലാവരും എന്താ ചെയ്തേക്കുന്നത്, റിലയൻസിനകത്തിൽ എടുത്ത് വെച്ചേക്കുവാണ്, റിലയൻസിൻ്റെ സ്റ്റോക്കുകൾ വാങ്ങിച്ചു വെക്കുന്നു, അല്ലെങ്കിൽ ഓപ്ഷൻസ് വാങ്ങിച്ചു വെക്കുന്നു, അല്ലെങ്കിൽ നിഫ്റ്റിയിൽ ഓപ്ഷൻസ്. കാരണം റിലയൻസ് ഏറ്റവും വെയിറ്റ് ഉള്ള സ്റ്റോക്ക് ആയതുകൊണ്ട് നിഫ്റ്റി മുകളിലോട്ട് പോകും എന്നുള്ള ഒരു ധാരണയിൽ നമ്മൾ നിഫ്റ്റിയിൽ മേടിക്കുന്നു, അല്ലെങ്കിൽ റിലയൻസിൽ വാങ്ങിച്ച് നമ്മൾ വെക്കും അല്ലേ. സത്യം പറഞ്ഞാൽ ഈ ജിയോയുടെ സംഭവം ഇത് പോസിറ്റീവ് തന്നെയാണ്. പക്ഷെങ്കിൽ ഇന്നലെ വൈകുന്നേരം വെള്ളിയാഴ്ച വൈകുന്നേരം കൃത്യമായി ഒരു ഓപ്പറേറ്റർ പ്ലേ ആയിരുന്നു ആ റിലയൻസിൻ്റെ സ്റ്റോക്ക് താഴെ പോയി. നമ്മൾ ആ റിലയൻസിൻ്റെ സ്റ്റോക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, എൻ്റെ കഥ മനസ്സിലാവുക. നോക്കിക്കേ, ആ AGM തുടങ്ങിയപ്പോൾ ഈ സാധനം മുകളിലോട്ട് തന്നെ പോയത്. പിന്നെ ഒറ്റ ക്യാൻഡിൽ നേരെ താഴെ വന്നു, വീണ്ടും ഇത് മുകളിലോട്ട് കയറി, വീണ്ടും താഴെ വന്ന് ഇത് ക്ലോസ് ചെയ്തേക്കുന്നത്. ഇത് ആക്ച്വലി ഈ നമ്മുടെ റീറ്റെയിലേഴ്സിനെ ശരിക്കും ട്രാപ്പ് ചെയ്യുക എന്നൊരു ഉദ്ദേശം മാത്രമാണ്. ഇത് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിലയൻസ് പോസിറ്റീവ് തന്നെയാണ്, അതിന് യാതൊരു ഡൗട്ടും ഇല്ല, പോസിറ്റീവ് തന്നെയാണ്. കാരണം ജിയോ IPO. അപ്പോൾ എന്താണ് ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ജിയോയിൽ പ്രതീക്ഷിച്ചിരുന്ന ഓഫർ ഫോർ സെയിലാണ് പ്രതീക്ഷിച്ചിരുന്നത്. അതായത് ഈ റിലയൻസ് ഇപ്പോൾ കണ്ടിട്ടില്ല, റിലയൻസ് ഹോൾഡ് ചെയ്യുന്നവർക്ക് ഇത്ര ഷെയർ കൂടെ ജിയോയുടെ ഷെയർ കിട്ടും, മനസ്സിലായി പറഞ്ഞത്. അങ്ങനെ ഒരു സെറ്റപ്പിലാണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. പക്ഷെങ്കിൽ ജിയോ IPO എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആക്കി അവർ IPO ലിസ്റ്റ് ചെയ്യാൻ ഉള്ളൊരു ഉദ്ദേശമാണ് നിലവിലെ ജിയോയ്ക്ക്. അപ്പോൾ ഇത് തത്വത്തിലാണെങ്കിൽ റിലയൻസിന് ഭയങ്കര ഗുണമാണ്. കാരണം റിലയൻസിൻ്റെ ഓണർഷിപ്പിലാണല്ലോ ജിയോ ഇല്ലേ. അപ്പോൾ ഇവർക്ക് എന്തായാലും ജിയോയുടെ ഒരു IPO വരുമ്പം അതിനകത്തൊരു ലാർജ് ഹോൾഡിങ്സ് ആർക്ക് വരും, റിലയൻസിന് വരും ഇല്ലേ. അപ്പോൾ അത്രയും ഒരു കപ്പാസിറ്റി ഉണ്ട്. അപ്പം ഇതിനെ ഇൻഡിവിജ്വൽ ആക്കുമ്പോൾ, ഈ ജിയോ എന്ന പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ സംരംഭത്തെ ഇൻഡിവിജ്വൽ ആക്കുമ്പം അതിൻ്റെ ആസ്തി, ഇപ്പം നിലവിൽ ജിയോയുടെ ആസ്തി എത്രയെന്ന് ആർക്കും അറിയത്തില്ല, മനസ്സിലായി പറഞ്ഞേ. ജിയോയുടെ ആസ്തി എത്രയാണെന്നും അതിൻ്റെ കപ്പാസിറ്റി എത്രയാണെന്നും അതിനകത്ത് എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണെന്നൊന്നും ആർക്കും അറിയത്തില്ല. കാരണം ഇത് റിലയൻസിനകത്ത് മിക്സ് ചെയ്ത് കിടക്കുന്ന സാധനമാണ്. ഇപ്പം ആ റിലയൻസിനകത്ത് നിന്ന് ഈ ജിയോയെ എടുത്ത് വെളിയിലോട്ട് മാറ്റി നിർത്തി ഇവനെ ഇൻഡിവിജ്വൽ ആക്കിയിട്ട് ഇവൻ്റെ ആസ്തി ഇത്രയാണ് എന്ന് പറയുമ്പം അതിൻ്റെ പേരൻറ്റ് കമ്പനിയായ റിലയൻസിന് എന്തുണ്ട്, അതിനകത്തിൽ ഷെയർ ഹോൾഡിങ് കാണും ഇല്ലേ. അത് എത്രയാണെന്നുള്ളത് വരും ദിവസങ്ങളിൽ അറിയാം. അത് എന്ത് ചെയ്യും, റിലയൻസിന് അകത്തോട്ട് ഒരു വലിയ ബൈ മൊമെൻറ്റം വരാനുള്ള സാധ്യത വളരെ കൂടുതൽ. ഇത് എൻ്റെ മാത്രം വ്യക്തിപരമായ ഒരു ആശയം ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇങ്ങനെ സംഭവിക്കും. ഞാൻ ഫിനാൻഷ്യൽ അഡ്വൈസർ ഒന്നും അല്ല, പക്ഷേങ്കിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ നിങ്ങളോട് ഈ ഷെയർ ചെയ്യുന്നത്. അങ്ങനെയാകുമ്പം ഒരു വലിയ വാല്യൂ അൺലോക്കിങ് അവിടെ ഉണ്ടാകും ജിയോയ്ക്കകത്തിൽ, മനസ്സിലായില്ലേ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഈ റിലയൻസിനകത്തിൽ ഏറ്റവും വലിയ കാതലായ ഒരു എൻറ്റിറ്റിയാണ് ജിയോ. കാരണം ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലീഡിങ് ടെലികോം കമ്പനിയാണ് ജിയോ. അവർക്കാണ് ഏറ്റവും കൂടുതൽ വരിക്കാരുള്ളത്. അപ്പോൾ അതുപോലെ നല്ല വരുമാനമുള്ള ലാഭമുള്ള ഒരു എൻറ്റിറ്റിയാണ് ഏത്, ജിയോ. അപ്പം ആ ജിയോയെ സെപ്പറേറ്റ് ചെയ്യുമ്പം അതിൻ്റെ പേരൻറ്റ് കമ്പനിയായ റിലയൻസിന് എന്ത് കിട്ടും, അതിൽ നല്ലൊരു ഷെയർ കിട്ടും ഇല്ലേ. അതിൽ നല്ലൊരു വരുമാനം അല്ല അതിൻ്റെ ഒരു ഷെയർ
പേരൻ്റ് കമ്പനിയായ റിലയൻസിന് കിട്ടും. അപ്പം അങ്ങനെ ആ ഷെയർ നമ്മുടെ ജിയോയുടെ ഇത്ര ശതമാനം ഷെയർ റിലയൻസിൻ്റെ കയ്യിൽ ഇരിക്കുമ്പം ഇതിൻ്റെ ലാഭം ഇവിടോട്ട് വരും എന്നുള്ള കാഴ്ചപ്പാടോടെ ആൾക്കാർ അതിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റിന് താല്പര്യം പ്രകടിപ്പിക്കും. എവിടെ? റിലയൻസിനകത്ത്. പറഞ്ഞ മനസ്സിലായോ? ഇതാണ് അതിൻ്റെ ഒരു രത്നച്ചുരുക്കം. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ എനിക്കറിയത്തില്ല മാർക്കറ്റാണ് എന്ത് സംഭവിക്കാം, എങ്കിലും എൻ്റെ ഒരു എളിയ ചിന്തയിൽ വരും ദിവസങ്ങളിൽ റിലയൻസ് പെർഫോം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെയാണെങ്കിൽ അത് നിഫ്റ്റിയെ പിന്നെ റിലയൻസ് മുകളിലോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒന്നത്. രണ്ടാമത്തെ കാര്യം, നിഫ്റ്റിയെ മുകളിലോട്ട് കൊണ്ടുപോകാനുള്ളൊരു സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IT സ്റ്റോക്കുകളാണ്. നിങ്ങൾ ഈ IT സ്റ്റോക്കുകളുടെ കഥയിൽ നിന്ന് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഇൻഫോസിസിന് എടുക്കാം. ഏകദേശം 1050 നമുക്ക് ഡേ ക്യാൻഡിൽ നിന്ന് എടുക്കാം. ഇത് ശാന്തമായിട്ട് നിങ്ങൾ കേൾക്കണം കേട്ടോ. അപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻഫി ഇപ്പം നിൽക്കുന്ന ഏകദേശം 1050 റേഞ്ചിലാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വളരെ 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 ലോ ലെവലാണ്. നമുക്കിത് ഇവനെ മന്ത്ലിയിലോട്ടൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പം ഇത് ഏകദേശം 2020, അതായത് കോവിഡ് സമയത്ത് മാർക്കറ്റ് എവിടെയായിരുന്നു അതേ ലെവലിലാണ് ഇപ്പം ഇൻഫോസിസ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തായാലും ഒരു വാല്യൂ ബൈ വരാനുള്ള സാധ്യത, ഒരു ബോട്ടം ഫിഷിംഗ് എന്ന് പറയും, ഒരു ബോട്ടം ഫിഷിംഗ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എവിടെ ഈ പറയുന്ന ഇൻഫോസിസിൽ 2020 റേഞ്ചിൽ നിൽക്കുകയാണ്. ഇതിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ പണ്ട് കാലം മുതൽക്ക് ഇങ്ങനെ തന്നെയാണ് ഏറിയും കുറഞ്ഞും ഒക്കെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കിക്കേ, 2021 ഇതുപോലെ തന്നെ ഒരു ഹൈ പോയതിന് ശേഷം 2023 ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ലോ വന്നു 23. പിന്നെ 24 ഡിസംബറിൽ മുകളിൽ പോയി, വീണ്ടും അതേ റേഞ്ചിൽ വീണ്ടും വന്നേക്കണം, അതിന് താഴെ പോയിക്കോണം. അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഒരു വാല്യൂ ബൈ വരും. ഇൻഫോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചില്ലറ കമ്പനിയല്ല, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ലീഡിങ് ആയിട്ടുള്ളൊരു IT കമ്പനിയാണ്. അത് അങ്ങനെ അങ്ങ് പൊട്ടിപ്പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വീണ്ടും എന്ത് ചെയ്യും? റീറ്റെയിലേഴ്സോ അല്ലെങ്കിൽ നല്ല വലിയ ടീംസുകളോ ഇവിടുന്ന് ഒരു ബൈ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ IT സെക്ടറിൽ ഒരു ബൂം ഉണ്ടായാൽ, ഏതെങ്കിലും രീതിയിൽ ഒരു പോസിറ്റീവ് മൊമെൻറ്റം IT സെക്ടറിൽ അതുണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ഉപഭോക്താവ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻഫി ആയിരിക്കും. ഇതുപോലെ തന്നെ TCSൻ്റെ കഥ എടുക്കുകയാണെങ്കിലും TCSും ഇതുപോലെ തന്നെയാണ്. TCS അത്രയും വീണിട്ടില്ലെങ്കിലും റിലയൻസും അത് തന്നെ 2020 കോവിഡ് സമയത്തുള്ള അതേ ലെവലിൽ തന്നെ. നിങ്ങൾ നോക്കിക്കേ, ഇത് മന്ത്ലി ചാർട്ട് കാണും, നോക്കിക്കേ ആ ലെവലിലാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഒരു വാല്യൂ ബൈയിങ് വരാനുള്ള സാധ്യത, ഒരു ബോട്ടം ഫിഷിങ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി അഥവാ ഇവിടെ പൊട്ടുവാണെങ്കിലും മാക്സിമം 2500 പോകുമെന്നുള്ളത് ഐ ഡോണ്ട് നോ, എനിക്കറിയത്തില്ല. 1500 വരെയൊക്കെ, കാരണം 5000 വരെ 4500 വരെ പോയ സ്റ്റോക്കാണ്. അതിൻ്റെ ഒരു ബോട്ടം എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. ഇതിൻ്റെ ബോട്ടം 2100, 2003 എന്ന് പറയുന്നതാണ് ഒരു ബോട്ടം ലെവൽ. എന്തായാലും ഇവിടുന്ന് ഒരു ബൈ വരുമോ ഇല്ലെന്നുള്ളത് വരും ദിവസം കണ്ടറിയാം. നമുക്ക് നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ITBs വാങ്ങിക്കാം. ഓക്കെ, ITBസിന് ഇപ്പം 30 രൂപയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് ITBസിൻ്റെ കഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 49 രൂപ വരെ പോയ സാധനമാണ് ഇപ്പം 30 രൂപയിൽ കിടക്കുന്നത്. ഏകദേശം ഒരു 50 രൂപ എന്ന് പറയുമ്പം ഇപ്പം 20 രൂപയാണ്. ഏകദേശം ഒരു 10-40% ഡിസ്കൗണ്ടിൽ നമുക്ക് എന്ത് ചെയ്യും? ഇപ്പം 40%-അടുത്തുള്ള ഡിസ്കൗണ്ടിൽ നമുക്ക് ഇപ്പോൾ ITBs കിട്ടുന്നുണ്ട്. നിങ്ങളുടെ അപ്പം 30 രൂപയേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന പൈസയ്ക്ക് അനുസരിച്ച് നിങ്ങളിത് ഭാവിയിലേക്ക്, ഇപ്പോൾ ഉടനെ എടുക്കാൻ വേണ്ടിയല്ല, 2-3 കൊല്ലത്തേക്ക് നിങ്ങൾക്ക് ഒരു SIP പോലെ മന്ത്ലി നിങ്ങൾക്ക് ഈ ETF വാങ്ങിക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു 3-4 കൊല്ലം കഴിയുമ്പോൾ ഒരു നല്ല റിട്ടേൺ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഈ 50 റേഞ്ച് വരുമ്പോൾ നിങ്ങൾക്കത് കൊടുത്ത് കാശ് മേടിക്കാം. അപ്പം ഈ പറയുന്ന ഇൻഫിയോ TCS ഒന്നും വാങ്ങിക്കാൻ കഴിവില്ലാത്തവർക്ക് ഈ 30 രൂപയുടെ ഈ ITBs വാങ്ങിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് വാങ്ങിച്ചുകൂടാ. ഞാൻ ജസ്റ്റ് ഒരു അഡ്വൈസ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ സ്വന്തം റിസ്ക്കാണ് ഇൻവെസ്റ്റ്മെൻറ്റ്, നിങ്ങളുടെ സ്വന്തം റിസ്കിൽ മാത്രം ചെയ്യുക. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കഥ. അപ്പം നമുക്കിനി അങ്ങനെയാണെങ്കിൽ ഇവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു വാല്യൂ ബൈ വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യത. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു കഥയും കൂടെ വരുന്നുണ്ട്. ഒരു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു സെക്കൻഡ് ഞാൻ അതൊന്ന് എടുത്തോട്ടെ. ഞാൻ അതിൻ്റെ ആ പോസ്റ്റ് വിട്ടേക്കാം. ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. 106 JP മോർഗൻ ഏകദേശം 165 ബില്യൺ സ്റ്റോക്സ് വിറ്റഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു, US മാർക്കറ്റിൽ വിറ്റഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞൊരു ന്യൂസ് പല വെബ്സൈറ്റിലും പല സൈറ്റുകളിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് മാർക്കറ്റിൽ വലിയൊരു സെൽ ഓഫ് ഉണ്ടാകും എന്ന രീതിയിലൊരു ഒരു 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 റൂമർ മാർക്കറ്റ്, സംഭവം ശരിയാണ്, പക്ഷേ അങ്ങനെ വലിയൊരു സെൽ ഓഫ് ഉണ്ടാകും എന്ന രീതിയിൽ വലിയൊരു റൂമർ മാർക്കറ്റിൽ മൊത്തത്തിലുണ്ട്. ഞാൻ എൻ്റെ കഴിഞ്ഞ ആഴ്ചകളിലെ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, US മാർക്കറ്റ് ഒരു ഓൾ ടൈം ഹൈയിൽ നിൽക്കുകയാണ്. ഏത് നിമിഷം അവിടെ ഒരു സെൽ ഓഫ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇപ്പം സ്പേസ് എക്സിൻ്റെ IPO വരുന്നുണ്ട്. അപ്പോൾ ആ സ്പേസ് എക്സിൻ്റെ IPOയ്ക്ക് അത് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി മറ്റുള്ള സ്റ്റോക്കുകൾ വിറ്റഴിച്ചിട്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നൊരു റൂമർ കറങ്ങി നടപ്പുണ്ട്. ഇതിനകത്തിൽ സത്യാവസ്ഥ എന്തുവാണ് കള്ളം എന്താണെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും നിങ്ങളുടെ മനസ്സിൽ ഇതിരിക്കുക. അങ്ങനെ ഒരു സെൽ ഓഫ് വല്ലതും ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ കോഷ്യസ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. എന്തായാലും അമേരിക്കൻ മാർക്കറ്റിലാണ് ആ വിൽപ്പന നടക്കുന്നതെങ്കിൽ അതിൻ്റെ അലയലുകൾ എന്തായാലും മറ്റുള്ള മാർക്കറ്റുകളിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കൂടുതൽ ക്ലാരിറ്റി വരും. എന്തായാലും ആ വാർത്തകൾ കാണുന്നത് മൺഡേ തന്നെ വിറ്റഴിക്കുന്നുള്ളതാണ്. പക്ഷേ അത് അങ്ങനെ ആയിരിക്കത്തില്ല. ഒരു ക്വാർട്ടർ അവസാനം, ഇപ്പോൾ ജൂൺ തീരാൻ പോവല്ല, അപ്പോൾ ജൂൺ ക്വാർട്ടർ അവസാനിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു സെൽ ഓഫിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും മാർക്കറ്റിനെ വളരെ സസൂക്ഷ്മം വീക്ഷിച്ച് ആ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളോട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇനിയിപ്പോൾ നമുക്ക് നോക്കാനുള്ള കാര്യം, ഞാൻ ഓൾറെഡി നിഫ്റ്റിയുടെ കഥ ഞാൻ പറഞ്ഞു. നമുക്ക് പറഞ്ഞു നമുക്കിനി ഈ പറയുന്ന ബോക്സിനകത്ത് കയറിയെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ഫർദർ മൂവ്മെൻറ്റ് നമുക്ക് പറയാം. ഓൾറെഡി കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാണ്. അപ്പോൾ ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ബാങ്ക് നിഫ്റ്റി ഈ പറഞ്ഞ പോലെ തന്നെ ഈ 57,831 കടന്നെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ഫർദറായിട്ടൊരു റാലി, അങ്ങനെയാണെങ്കിൽ 58,617 നമ്മളെത്തും. നിഫ്റ്റി മിഡ് ക്യാപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ 14,590 എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ലൈനാണ്. ഈ ലൈനിൻ്റെ മുകളിലാണ് താഴെയാണ് മാർക്കറ്റ് നോക്കുന്നത്. അത് നോക്കിക്കുക എന്ത് കൃത്യമായിട്ടാണ് അത് റെസ്പെക്റ്റ് ചെയ്തേക്കുന്നത്. അപ്പം ആ 590 നിങ്ങൾ വാച്ച് ചെയ്യുക. അവിടുന്ന് എങ്ങോട്ടാണ്, മുകളിലോട്ടാണോ താഴോട്ടാണോ നോക്കി ട്രെൻഡിനനുസരിച്ച് മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. സെൻസെക്സിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, സെൻസെക്സിൽ ഈ മൊമെൻറ്റം നിലനിർത്തുകയാണെന്നുണ്ടെങ്കിൽ 77,630 നമുക്ക് കിട്ടും. ഈ മൊമെൻറ്റം നിലനിർത്തിയാൽ ഏകദേശം 800 പോയിൻറ്റിന് അടുത്തൊരു അപ്സൈഡ് നമുക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും നാളെ മീറ്റിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഔട്ട്കം എങ്ങനെയാണ്, ഇറാൻ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനൊക്കെ ആശ്രയിച്ചിരിക്കും മുന്നോട്ടുള്ള ഫർദർ സ്റ്റെപ്പുകൾ. അതുകൊണ്ട് നിങ്ങൾ ഈ ആഴ്ച ട്രേഡ് ചെയ്യുന്നവരെ കുറച്ച് കോഷ്യസ് ആയിരിക്കണം. കാരണം ഏത് വഴിക്കൂടാണ് പണി കിട്ടുമെന്ന് അറിയത്തില്ല. കൃത്യമായി സ്റ്റോപ്പ് ലോസ് വേണം. കൃത്യമായി നമുക്ക് ഒരു ട്രേഡ് സെറ്റപ്പ് ഇല്ലാതെ നിങ്ങൾ ഒരിക്കലും ട്രേഡ് ഇറങ്ങിത്തിരിക്കില്ല. ഈ ആഴ്ച നിങ്ങൾ കുറച്ച് സൂക്ഷിക്കണം. മാർക്കറ്റ് എങ്ങോട്ട് മൂവ് ചെയ്താലും മാർക്കറ്റ് ഒരു വയലൻ്റ് മൂവിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മൂവ് ചെയ്താൽ, ഇല്ലെങ്കിൽ മാർക്കറ്റ് ഇവിടെ തന്നെ കിടന്ന് കൺസോളിഡേറ്റ് ചെയ്യും. ഇല്ല, ഒരു പോസിറ്റീവ് മൊമെൻറ്റമോ ഒരു നെഗറ്റീവ് മൊമെൻറ്റമോ മാർക്കറ്റിലുണ്ടായാൽ ആ സൈഡിലോട്ട് മാർക്കറ്റ് വയലൻ്റായിട്ട് മൂവ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഒരിക്കലും മറന്നു പോകല്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ആഴ്ചത്തെ സംഭവവികാസങ്ങൾ. സൂക്ഷിച്ച് കണ്ട് ട്രേഡ് ചെയ്യുക. നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.